ഇന്നലെ രാത്രി തന്നെ തുടച്ച് ആദ്യം പൊടിയെല്ലാം തുടച്ച് കളഞ്ഞ് അതിന് ശേഷം ഷാമ്പു ഇട്ട് പിന്നെയും വെള്ളത്തിൽ തുടച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ തുടച്ചു. അപ്പോൾ നോക്കൂ, നിൽക്കണം നിപ്പ് നോക്കൂ, സുന്ദരനായില്ലേ. പിന്നെ പെയിൻ്റ് അടിക്കാനായിട്ട് ചോദിച്ചപ്പോൾ ഒരടിക്ക് 800 രൂപയാണ് പറയണത്. അപ്പോൾ ഇതിപ്പോൾ 2 അടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു. ഞാൻ അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. ദേ ഇവിടെ ഒരു സീറ്റൊക്കെ ഉണ്ടാക്കി, കണ്ട ഒരു കുഞ്ഞു സ്റ്റൂളുണ്ടായിരുന്നു. ആ കുഞ്ഞു സ്റ്റൂളും ഒരു പട്ടുതുണിയൊക്കെ വിരിച്ച് സുന്ദര കുട്ടപ്പനാക്കി ഇവിടെ വെച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ദേ ഇവിടെ ഇരിക്കണം കേട്ടോ, ഓൾട്ടറിലിരിക്കണത് കണ്ട. ഇതാണ് എൻ്റെ പൂജാമുറി. ഇതൊരു കുഞ്ഞു കൃഷ്ണൻ. ഇത് നല്ല ക്വാളിറ്റിയുള്ള കൃഷ്ണനല്ല. നമ്മൾ കുറുക്കഞ്ചേരി പോയിത്തിന് റോഡരികിൽ വിൽക്കില്ലേ, അപ്പോൾ കണ്ടപ്പോൾ സൗന്ദര്യം തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല സൗന്ദര്യമാണ് കണ്ട. എൻ്റെ ചിരിയും എൻ്റെ മൂക്കും ഒക്കെ നോക്കൂ. പക്ഷേ മെറ്റീരിയൽ പൊട്ടയായ കാരണം കണ്ട എല്ലാം പൊട്ടി ഇങ്ങനെ പോവാം. മൂക്ക് പോയി, തലയിലത്തെ അതൊക്കെ പോയി, പിന്നെ പശുവിൻ്റെ മൂക്ക്, കാല് എല്ലാം കുറച്ച് പോവാം. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതെ ഇതെനിക്ക് ഈ ഒരു കൃഷ്ണനെ എനിക്ക് ഇപ്രാവശ്യം കല്യാണിൻ്റെ മാനേജറെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇത് 2 കൊല്ലം മുമ്പ് എനിക്ക് കിട്ടിയതാണ് ഈ കൃഷ്ണനെ. അപ്പോൾ എല്ലാ കൊല്ലവും പോകുമ്പോൾ എനിക്ക് അവരൊരേ കൃഷ്ണന്മാരെ, എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും തരാറുണ്ട്. കണ്ട ഇതൊരു കുട്ടി വരച്ചതാണ്. ഞാൻ പണിക്ക് പോകണ കുട്ടി വരച്ചതാണ്. അപ്പോൾ ആ കുട്ടി പോയി ഇവിടുന്ന്, അപ്പോൾ എനിക്ക് തന്നതാണ്. പിന്നെ ഇത് ശ്രീരാമസ്വാമി അറിയാലോ. പിന്നെ ഈ കൃഷ്ണനാണ് ഞാൻ പറഞ്ഞത് മറ്റേ ആക്രിക്കടയിൽ പോയപ്പോൾ കൂറ കുത്തിയിരുന്നത്. അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇടിപ്പിച്ചു. നല്ല സൂപ്പറായില്ലേ. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ലഡു കുട്ടികളാട്ടോ, ലഡു കുട്ടികളാ. ഭഗവാൻ തന്നെയാണ്. കുഞ്ഞു മക്കൾ, മുട്ടിലഴയണ കുട്ടികളില്ലേ, അവരാണ്. ഇതാണ് ഫൗണ്ടറാചാര്യൻ ഭക്തിവേദാന്ത സ്വാമി. ഇതെൻ്റെ ഗുരുമഹാരാജ് ജയപതാക സ്വാമി ഗുരുമഹാരാജ്. പിന്നെ ഇത് കൃഷ്ണൻ തന്നെയാണ് കേട്ടോ. ഇത് കൃഷ്ണനും ഇത് ബലരാമനുമാണ്. പക്ഷേ മായാപൂർ നവദ്വീപിലാണ് ഇവർ കലികാലത്തിൽ ജന്മം കൊണ്ടേക്കണത്. അപ്പോൾ പേര് ഗൗര നിത്തായ്, ഗൗര കൃഷ്ണൻ, നിത്തായ് ബലരാമൻ. ചൈതന്യ മഹാപ്രഭു എന്നും പറയും. പിന്നെ ദീക്ഷ നെയ്മിട്ടാ. പിന്നെ നരസിംഹ ഭഗവാൻ അറിയാലോ. പിന്നെ അതെ ആ ലഡുകുട്ടിയേക്കാൾ ഇച്ചിരി കൂടെ വലിയ കുട്ടിയാണിത് കേട്ടോ. കണ്ട ഉടുപ്പൊക്കെ ഇടിച്ചിരുത്തിയേക്കണത്. ഇതാ അടുത്ത ആൾ. ഇതും രാധാകൃഷ്ണന്മാർ തന്നെയാണ്, നരസിംഹമൂർത്തി. പിന്നെ അതെ മറ്റേ ഒറീസയിലുള്ള ജഗന്നാഥൻ, സഹോദരി സുഭദ്രമയ്യ, ബൽറാം. പിന്നെ ഇത് രാധാകൃഷ്ണന്മാരാണ് കേട്ടോ. കുഞ്ഞിതാ. ഇത് രുക്മിണി ദേവി, ഇത് വിട്ടല്ല കണ്ട, വിട്ടല്ല. പിന്നെ 2 കൃഷ്ണന്മാർ. ഓക്കേ, ഹരേ കൃഷ്ണ.